എടാ ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്. ഈ വ്ളോഗിൽ 5 മിനിറ്റിന് കൂടുതൽ വിഷ്വലിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. ഫുള്ള് വീഡിയോഗ്രാഫിയിലാണ്. സായി വേടാ കേസ്. ഇതാണ് സായിയുടെ വീട്. സായി വന്ന് റിച്ച് മാൻ. ഇത് സായിയുടെ ബൈക്ക്. പക്ഷെ എണ്ണ അടിക്കാൻ ഗതിയില്ലാതെ അവിടെ സൈഡിലേക്ക് വെച്ചേക്ക്. ഇത് വൈഷ്ണവിൻ്റെ കാറ്. ഇതാ ഇരിക്കണ്. എന്താ അവസ്ഥ. KL13AJ5816. ഈ കാർ എവിടെ കണ്ടാലും കൈ കിട്ടിക്കോ. എനിക്ക് എല്ലാവർക്കും ലിഫ്റ്റ് കിട്ടുന്നതാണ്. എടാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ലിഫ്റ്റ് കൊടുക്കണേ നീ കാറ്. ഈ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. എവിടെയാണ് പോകുന്നത്? ചാല ബീച്ച്, ചൽ ബീച്ച്, ചൽ ഹൈദരാബാദി, ഞാനത്തെ കൊണകൊണാതി. നമ്മൾ വൈബാക്കും നമ്മള് ന്യൂ ഇയർ. എവിടെ സായി കേസിനി നമ്മളിനി കണ്ടുമുട്ടുന്നത് 2025 ഞാൻ അടുത്ത വർഷം എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന കേട്ടോ. നിങ്ങളിത് കാണുന്ന അടുത്ത വർഷമായിരിക്കും. അങ്ങനെ 2024 അവസാനിക്കാൻ 2 മണിക്കൂർ കൂടെ ഉണ്ട്. പച്ചപ്പുൽ ചാടികൾ പോലെ 2024 കടന്നുപോയി. എടാ നിന്ന് കാണിച്ചോട്ടാ. പൊന്നു പറഞ്ഞു വ്ളോഗ് ചെയ്യുമ്പോൾ സായന് കൂട്ടണം. ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്. ഹാപ്പി ന്യൂ ഇയർ. രാത്രി മെലയെ പറയാൻ പാടുള്ളൂ. എടാ സായി ഒന്ന് കറക്റ്റാണ്. അല്ല അത് കറക്റ്റാണ്. വണ്ടി എടുക്കും. നമ്മള് ന്യൂ ഇയർ ആഘോഷിക്കാൻ ചാൽ ബീച്ച് പോണം. വളപട്ടണം അല്ല, വളപട്ടണല്ല എടാ, ചാൽ ബീച്ച് വളപട്ടണല്ലേ? അഴീക്കോടുള്ള ചാൽ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ സംഭവം സ്പെഷ്യൽ എന്ന് വെച്ചാൽ കുറേ വെള്ളമുള്ളൊരു സ്ഥലമാണല്ലോ. കടൽ. നമ്മൾ കഴിഞ്ഞ വർഷം ഈ സമയം നമ്മളെവിടെ ആയിരുന്നു? നമ്മൾ ബാക്കിൽ ഫോർട്ടിലായിരുന്നു. അവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കാൻ ശ്രീ ഉണ്ടായിരുന്നു കൂടെ. സായി പോയിത്തിലായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ വെറൈറ്റി ആയിട്ട് സായിയുടെ വീട്ടിലോട്ട് വന്നേക്കാണ്. എന്നിട്ട് അപ്പോൾ ഈ വർഷം നമ്മൾ ബീച്ച് നമുക്ക് വേണം. ബീച്ചിന് വേണ്ടി നമ്മൾ പോകണം കേസ്. അപ്പോൾ കേസ് നമ്മൾ പോയിട്ടിരാം. അപ്പം എന്ത് ലൈറ്റാണോ? ബാക്ക് റെഡ് ലൈറ്റ് ഒന്ന് എന്ത് രസം കാണേ. ഗീസ് വൈഷ്ണവിൻ്റെ വണ്ടിയാണോ? അവൻ ഇറക്കിയിട്ട് ഇപ്പോൾ 1 വർഷമൊക്കെ ആവുന്നുള്ളൂ. നൈസ് വണ്ടിയാണ്. സംഭവം യൂട്യൂബ് ആക്കിയിട്ടാണ് പഠിക്കുന്നത് ഇപ്പോൾ. എടാ അതൊന്ന് കാണിച്ചു തരടോ. യൂട്യൂബ് എടുത്തോ. ഓക്കെ അപ്പം അതൊക്കെ പോവും. അപ്പോൾ കേസ് നമ്മൾ പോവാണ്. വണ്ടി എടുത്ത് വളച്ചോ ഒട്ടിച്ചെടുത്തോ. അമ്മ ഹാപ്പി അല്ല അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ അപ്പാ പോയിട്ടാ. നമ്മൾ പോകുന്നു ചാൽ ബീച്ചിലേക്ക്. ചാൽ ബീച്ചിൽ നിന്ന് വൻ സംഭവമുണ്ട്. അതെ, അവിടെ ഇല്ലടാ ഞാൻ കട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ തന്നെ. പിന്നെ അതിന്റെ അപ്പുറത്തൊന്നുമില്ല. കട്ട് ഇവിടുന്ന് ചാൽ ബീച്ചിലേക്കുള്ള ദൂരം 12 കിലോമീറ്റർ ആണ്. അഴീക്കോടിലേക്ക് പോകണം കേസ് നമ്മള് ഫസ്റ്റ്. അവിടെയാണ് രാജതന്ത്രം. കേസ് നമ്മളെല്ലാരും മിസ് ചെയ്തു. നമ്മളെ ടീമിലെ കുറെ പേര് ഇപ്പൊ ഇല്ലാടാ. ശരത്തനാണെങ്കിൽ ഇവിടെ ട്രെയിൻ എഞ്ചിൻ പണിയില്ല. അല്ലല്ല ലൈറ്റും പിടിച്ചു പോയി. മാവിൽ എക്സ്പ്രസിന്റെ 2 കൂടെ ഓടുന്നു ന്യൂ ഇയറിന്. ശ്രീ ആണെങ്കിലും മുത്തുപ്പാണ്ടിയാട് കർണാടക ഗുണ്ടൽപേട്ട. മച്ചാൻ അവിടെ പ്രോഗ്രാമിന് പോയത്. ശരത്തേട്ടൻ ഡ്യൂട്ടിയാണ്. പിന്നെ പൊന്നു ആണ് ക്രിസ്മസ് പുൽക്കൂട് പണി ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാരും തിരക്കിലാണ്. അപ്പൊ നമ്മളെ വിളിച്ച് കണ്ണപുരം ഇങ്ങോട്ടല്ലേ? അങ്ങോട്ട് കണ്ണപുരം
ഇവന്മാര് എന്താ ചെയ്യുന്നുണ്ട് തിരിച്ചുകൊണ്ട് കുമ്പളയിൽ നിന്നാ മതി ഇത് ചായ അയ്യോ എടാ കോപ്പിറൈറ്റ് അടിക്കടാ എന്നിട്ട് ഇതെന്തൊക്കെ കാട്ടുന്ന നീ എന്താ തൂറുന്ന അങ്ങനെ വേദന ഉണ്ടാവണം അതൊക്കെ മാറുന്നു അപ്പൊ നമ്മള് പോവുകയാണ്. നമ്മൾ വിളിച്ചപ്പോ തന്നെ വന്ന വൈഷ്ണവ് കാറിൽ ഫുൾ ടാങ്ക് എണ്ണ ഉണ്ട്. ഞാൻ കാണിക്കൊന്നില്ല ഇപ്പൊ ചാൽ ബീച്ചിൽ നിങ്ങൾ പോകണ്ട സവിശേഷതകൾ പറഞ്ഞു അവിടുത്തെ അവിടെ എന്താണ് അവിടെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ആയിട്ടുള്ള ഒരു മണൽത്തരികളാണ് ഇവിടെ കണ്ടത്. അതായത് ഇതുവരെ കാണാത്ത ഒരു മണൽത്തരി. എന്താ കളറ് എപ്പോഴും മണൽത്തരി പോലെ തന്നെ ഇരിക്കും. അത് വെളുത്തിട്ട് അത് ഒരു പ്രത്യേക ഒരു നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ അതില് വെള്ളത്തിന് ഉപ്പ് രസമാണ്. അങ്ങനെ പറയാനുണ്ടോ അത്? എടാ ഞാൻ സീരിയസ് ആയിട്ട് ഇനി ഞാൻ തമാശയൊന്നുമില്ല തമക്കാരില്ല. ഇത് എന്റെ സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കാത്തിരിക്കുകയാണ് എന്റെ വ്ളോഗിന് വേണ്ടിട്ട്. ആകെ കിട്ടുന്ന 4 വ്യൂസ് ഒന്ന് പൊന്നു ശരത്താണ്. ഇവൻ പോലും കാണാറില്ല വീഡിയോ. കഴിഞ്ഞ ആഴ്ച വീഡിയോ കണ്ടിരുന്നത് പാട്ട് വൈബ് പാട്ടോളാക്കടാ. ഒരു കട്ടയുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ ചാൽ ബീച്ചിലേക്ക് എത്തുന്നതാണ്. എടാ എടുക്കടാ ഗേസ് ഇത് നേരെ പോയി കണ്ടു കേട്ടാ. ഒരു എത്ര ഉണ്ട് 10 കിലോമീറ്റർ ഇല്ലല്ല ഒരു 5 കിലോമീറ്റർ പോയാൽ കണ്ടു ടൗൺ എത്തി കേട്ടോ. ഗേസ് നമ്മൾ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടാണ് കടന്നു പോകുന്നത് അല്ലേ. ഇവര് രണ്ടുപേർക്കും വഴി അറിയില്ല. സ്വന്തം വഴി അറിയില്ല. ഇങ്ങോട്ട് പോയി പോയത് മച്ചാ നമ്മളെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു വർത്താനം വേണോ? എന്നാ ഡിലീറ്റ് ചെയ്തേക്കാം. പേടിപ്പിക്കല്ലേ കളഞ്ഞോളാം. അങ്ങനെ നമ്മൾ എത്ര കിലോമീറ്റർ? ഇനി ഒരു 5 കിലോമീറ്റർ. ആ ഓക്കെ. 5 കിലോമീറ്റർ. എടാ നേരത്തെ പറഞ്ഞത് നേരത്തെ 5 ആയിരുന്നല്ല. നേരത്തെ ചാൽബീച്ചിലേക്കുള്ള പിന്നെ ഇപ്പൊ എന്ത് ചെറായി വെച്ച പോലെ കണ്ണൂരേക്ക് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. എടാ നീ വീഡിയോ പറഞ്ഞ തെറ്റിയല്ലേ? കുഞ്ചാക്കോവിന്റെ ചാവർ സിനിമ ഷൂട്ട് ചെയ്ത ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഗൈസ്. ഈ ഭാഗത്തെല്ലാം ചാവർ സിനിമ കുറെ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പോലും എന്ന് പറഞ്ഞത് സായാണ്. നമ്മൾ ചാല ബീച്ചിലെത്തി. പക്ഷെ അവിടെ 1 ബ്ലോക്കാണ്. ഇവിടെ അപ്പോഴേ പറഞ്ഞ ഇങ്ങോട്ട് കയറ്റണ്ട ആളെ വെച്ചോ. ഇത് കേക്കണ്ടേ? ഞങ്ങൾ രണ്ടിനും പറഞ്ഞ ഇത് മുള്ളു വെട്ടിട്ട് അവിടെ 2 സൈഡും 1 തിരക്ക്. ഒരു സ്പേസ് ഇല്ല കയറ്റാൻ. പക്ഷെ ആ വെള്ള വണ്ടിയാണ് എന്റെ ഒരു സമാധാനം. ആ വെള്ള വണ്ടി ഉള്ളതുകൊണ്ട് നമ്മളൊരു അല്ലെങ്കിൽ മിസ്റ്റർ വീലിലുള്ള പോലെ ഇല്ലേ ഒരു വണ്ടി വരുമില്ല വെള്ളം ഉന്തിട്ട് അപ്പുറത്താക്കിട്ടില്ലേ അങ്ങനെയുള്ള കയറടാ. ഗീസ് പെട്ട് ഗീസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കാട്ടോ ബീച്ചിലോട്ട്. കുറെ നേരം നമ്മൾ നടക്കണേ. ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ കാറിട്ട്. ഇപ്പൊ അവിടെ എത്താനായി തോന്നുന്നുണ്ട്. അയ്യോ 1 തിരക്കാട്ടാ. എടാ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പൈസ ഉണ്ട് വെറുതെ അല്ല. പൈസ തന്നെ പട്ടി കയറും. ബീച്ച് ഡീജെ നൈറ്റിലുണ്ടാ. ഇത് ഡീജെ നൈറ്റാണ്. അതിനുള്ള പൈസ ഉണ്ട് കയറാനായിട്ട്. അവിടെ തുടങ്ങിയിട്ടില്ല. അവിടെ 12 മണിക്കാ തുടങ്ങുക ചിലപ്പോ. 100 ഉറുപ്പികടാ ഉള്ളിൽ കയറാൻ. അതാ വേണ്ട അപ്പുറത്ത് പരിപാടി നടക്കുന്നുണ്ട് കേട്ടാ. സ്റ്റേജ് പരിപാടി. അവിടെ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുണ്ട്. ലൈവ് പരിപാടി. മറ്റേ എന്ത് പാട്ട് ഇപ്പൊ പാടിയത്? ഏഴാമല്ലേ ഏത് പാട്ട്? പാട്ട് ഏതാ? അങ്ങ് വാനക്കോണില് ആ പാട്ട് ഇപ്പൊ പാടി. ഞാൻ പറഞ്ഞു ലൈവ് എന്ന്. എടാ ഇത് പഠിച്ചാലോ? ഇവിടെ എന്തെല്ലാം ഉണ്ട് ട്ടാ. എടാ ഒന്നുമില്ല. ഓ വൈബന്നെ ഫുള്ള് തിരക്ക്.
എജ്ജത് ക്രൗഡ് ഇത് ഗൈസ് വേറെ വൈബാണ് കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും 300 കൊടുത്തതിൻ്റെ അകത്തോട് ഞങ്ങൾ കയറുന്നില്ല. പുറത്തിരുന്ന് തന്നെ പാട്ടൊക്കെ കേൾക്കാം. പിന്നെ അകത്തോട് കയറി തന്നെ അവിടെ നിൽക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. അല്ല എന്ത് തിരക്കാണടാ, വൻ തിരക്ക്. അവിടെ ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്. അവിടെ നമ്മളിങ്ങോട്ട് കുറച്ച് സൈഡിലോട്ട് വന്നേക്കാടാ. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഞങ്ങൾ 2 ചായ കുടിക്കാൻ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കാണ്. ആരത്? അത് നമ്മൾ പഠിപ്പിച്ച മാഷാടാ. പഠിപ്പിച്ച മാഷ അത്. സോ യങ് മാൻ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. വൈബ് വൈബ്. ഇതപ്പോ നല്ല സ്ഥലത്ത് വന്നിരുന്നത് പൊട്ടുന്നുണ്ട് സെറ്റാക്കുന്നത്. എടാ പൊട്ടിക്കട, ഇതെന്താന്ന് ഒന്നും സെറ്റാക്കാൻ പൊട്ടിക്കാനില്ല. അതെന്താടാ അത്? പടക്കമല്ല, ഏരിയൻ. എനിക്കും തോന്നി. ആ എല്ലാരും പടക്കം വെച്ച് ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ 2025 എല്ലാവർക്കും നല്ലൊരു അടിപൊളി വർഷമാവട്ടെ കേട്ടോ. ഞാനത് ആശംസിക്കുന്നു, ഇവനും ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും. 2025 ഇവന് നല്ലൊരു വർഷമായിരുന്നു. അല്ല 24 എനക്ക മുഞ്ചായിരുന്നു. അപ്പൊ നമ്മളിപ്പോ 2025 കേട്ടോ. നമ്മൾ 2025 ഫസ്റ്റ് ചായ ഇടുന്ന് കുടിച്ച്. പക്ഷെ നല്ല ചായ ഇടാം. ഈ ചായ പോലെ സുന്ദരമാവട്ടെ ഇനി 2025 മുഴുവൻ എൻ്റെ മാത്രം. എടാ പക്ഷേ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഗൈസ് ആ കാണുന്ന കടയിൽ നിന്നാണ് നമ്മൾ ചായ മേടിച്ചേട്ടോ. 12 രൂപയുടെ ചായ, കിട്ടും ചായ. അതിൻ്റെ അപ്പുറത്തോടെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫുൾ തിരക്കാണ്. പക്ഷേ ആടെ കുറച്ച് ടീംസ് നല്ല ഓണായിരിക്കുന്നുണ്ട് ഗൈസ്. ഇവന്മാർ അടിച്ച സാധനം ഏതാണ്? നല്ല സാധനമാണ് എന്തായാലും. ഇന്ന് വീണ്ടാ ഐഷ തമ്പിനെതിരാൻ വല്ല സാധനം പോയത്. ഇടാറിയാന്ന് അങ്ങമാനക്കോണിലാടി പോയത്. ഒന്നും വിശ്വന് കിട്ടുന്നില്ലല്ലോ. ബാ മക്കളെ ബാ. ഗെയ്സ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാടാ. സമയം 12 ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അപ്പോൾ ഐ വാസ് ഹാപ്പി ന്യൂ ഇയർ. I will happy ന്യൂ ഇയർ. It was awesome. Awesome is gorgeous. Gorgeous, marvelous. Marco was engineering. Alan Jose Pereira പൊട്ടനാണ്. അവിടെ ഷൗബിനൊക്കെ ജാടയാണ്. സ്ത്രീ ഉണ്ടെങ്കിൽ പറയുന്നത് ഷൗബിനൊക്കെ ജാടയാണ്. എനിക്ക് ഐശ്വര്യമായൊക്കെ ഇഷ്ടടിക്കുന്നുണ്ട്. നേരിട്ടല്ല, റിയൽ ലൈഫിലല്ല, സിനിമയിൽ. നേരിട്ടല്ല അവിഞ്ഞത്. നേരിട്ടല്ല സിനിമയിൽ. എടാ പോവാടാ, അങ്ങോട്ട് പോകുന്നു. ഇവിടെ റേഞ്ച് ഇടുന്നില്ല കേസ്. മനുഷ്യോകം ഞങ്ങൾ എത്ര പേര് വിളിച്ചെന്നറിയോ? അല്ലേ? അതെ റേഞ്ച് ഇല്ലാന്ന്. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊള്ളത്തില്ല. എന്താണ് രാവിലെ ഹാപ്പി ന്യൂ ഇയർ 2025 നീ വല്ലത് അറിയേണ്ടത് ഡൂടെ. 2025 2025 നീ എന്താണ് എടുക്കാൻ പോന്ന? ഈ സൗണ്ട് നീ നിർത്തണം. പൊക്കോ ചാർലിയേ. ഗീസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈകിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് സായുടെ വീട്ടിലാണ്. ഇന്ന് ചിലപ്പോൾ ഇവിടെ സ്റ്റേ ഉണ്ടാവും. ഇന്നലെ ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റ് ആയി ഗീസ്. നമ്മൾ ഇന്നലെ 4 മണിക്കായി. വൻ ബ്ലോക്ക് കിട്ടി, ആകെ പ്രാന്തായി, പൊളിഞ്ഞ് അലമ്പായിട്ടാണ് ഇന്നലെ വീട്ടിലെത്തിയത്. പിന്നെ വ്ലോഗൊന്നും എൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഗീസ് ഇപ്പം ഞാൻ 2025 എല്ലാവരുടെ ആഗ്രഹങ്ങളും എല്ലാ വണ്ടികളും ഓട്ടെ. 2024 എല്ലാവർക്കും കൂടുതൽ പേർക്കും കുറച്ച് മോശം വർഷമായിരുന്നു എനിക്കും. അപ്പോൾ 2025 എല്ലാവർക്കും തൂക്കാൻ പറ്റട്ടെ. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഓക്കെ, ബൈ.